ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോമാക്സ് രണ്ട് ഫോണുകൾ കൂടി അവതരിപ്പിച്ചു. ഈ രണ്ട് ഫോണുകൾ അവതരിപ്പിക്കുന്നത് വഴി അവർ വീണ്ടും ഇന്ത്യൻ സ്മാർട്ട് ഫോൺ രംഗത്ത് ഒരിക്കൽ കൂടി ഒരു സജീവ സാന്നിധ്യമാകാനുള്ള അവരുടെ പാതയ്ക്ക് ഒരു തുടക്കമിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ അവർ ഈ അവതരിപ്പിച്ച രണ്ട് ഫോണുകൾ, അതായത് മൈക്രോമാക്സ് ഇൻ സീരീസിലെ ഇൻ നോട്ട് 1 അതോടൊപ്പം ഇൻ 1B എന്നീ രണ്ട് ഫോണുകളിലെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ രണ്ട് ഫോണുകളും ഇറങ്ങിയ പ്രൈസ് റേഞ്ചിലെ ഏറ്റവും മികച്ചു നൽകുന്ന ചൈനീസ് ബ്രാൻഡുകൾക്ക് ഈ ഫോണുകൾ ഒരു വെല്ലുവിളിയാകുമോ, ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാം വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ മൈക്രോമാക്സ് ഇൻ സീരീസിലെ ഏറ്റവും കൂടിയ ഫോണായ ഇൻ നോട്ട് 1ന്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഇൻ നോട്ട് 1ൽ ലഭിക്കുന്നത്. 6.7 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൽ ഫുൾ HD+ ആയിട്ടുള്ള റെസൊല്യൂഷൻ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. അതോടൊപ്പം 85% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഇൻ നോട്ട് 1ൽ ലഭിക്കുന്നത്. നമുക്ക് പറയത്തക്ക ന്യൂനതകളൊന്നും നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ മറ്റു കണ്ടുവരുന്ന എല്ലാ ചൈനീസ് ബ്രാൻഡുകളുടെയും അല്ലാതെ സാംസങ്ങിന്റെ ഒക്കെ ഫോണുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. നമുക്ക് വലിയ ന്യൂനതകളൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള മീഡിയടെക്കിന്റെ ഹീലിയോ G85 എന്ന പ്രൊസസ്സറാണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1ൽ ലഭിക്കുന്നത്. മീഡിയടെക് G85 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ നല്ല ഗെയിമിങ്ങും അതോടൊപ്പം അഗ്രസീവ് യൂസിനാണെങ്കിൽ പോലും നമുക്ക് യാതൊരു ഇഷ്യൂസ് നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാവാത്ത വിധം ഒരു നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ് നമുക്ക് ഈ മൈക്രോമാക്സിന് ഇൻ നോട്ട് 1. കാരണം ഈ മീഡിയടെക് G85 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവി ടാസ്കുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഫോണിൽ LPDDR4X റാമും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം eMMC 5.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഇനി നമുക്ക് ഇതിൽ പ്യുവർ ആൻഡ്രോയിഡ് OS എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ആഡ്സോ ബ്ലോട്ട്വെയർ ഒന്നും ലഭിക്കുന്നില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള നമുക്ക് OSും കാര്യങ്ങളുമാണ് നമുക്ക് ഈ മൈക്രോമാക്സിന്റെ രണ്ട് ഫോണിലും നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ആൻഡ്രോയിഡ് 10 ബേസ്ഡുമാണ് ഈ ഫോൺ. ഇനി ഈ ഫോണിന്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിനു പുറമെ നമുക്ക് റിയർ സൈഡിൽ ഒരു 5 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും നമുക്ക് ഈ ഫോണിൽ റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ റിയർ സൈഡിൽ ലഭിക്കുന്നത്. അതും നമുക്ക് ഇതിൽ അഡ്വാൻസ് നൈറ്റ് മോഡ് എന്ന ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ സെൽഫിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 5000 mAh എന്ന വലിയ ബാറ്ററി സെറ്റപ്പാണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ്ങും പോസിബിൾ ആണ്. അപ്പൊ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1ൽ ഒരു നല്ല ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇതിൽ നമുക്ക് രണ്ട് വേരിയന്റ് ലഭിക്കുന്നത്. ബേസ് വേരിയന്റ് ആയ 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 10,999 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 4GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 12,499 രൂപയാണ്. ഇനി മൈക്രോമാക്സിന്റെ രണ്ടാമത്തെ ഫോണായ ഇൻ 1Bയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.52 ഇഞ്ചിന്റെ HD+ ആയിട്ടുള്ള ഒരു മിനി ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ 1Bയിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിലും 20:9 ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ. അതോടൊപ്പം നമുക്ക് ഇതിൽ 80% മുകളിലുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു തരക്കേടില്ലാത്ത ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ 1Bയിൽ ലഭിക്കുന്നത്. കാരണം ആ പ്രൈസ് റേഞ്ചിൽ സ്ഥിരമായി കണ്ടുവരുന്ന അധികം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ 1Bയിലും ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിലെ പ്രൊസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിന്റെ ഹീലിയോ G35 ആണ്. ഈ G35 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ നോർമൽ യൂസിനാണെങ്കിലും നമുക്ക് യാതൊരു ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല. ഒരു അല്പസ്വല്പം ഗെയിമിംഗ് ഒക്കെ നമുക്ക് ഈ ഫോൺ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്.
ഇനി ഇതിൽ നമുക്ക് LPDDR4X റാം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ്. ഇനി ഇത് Android 10 ബേസ്ഡുമാണ്. അതോടൊപ്പം നമുക്ക് ഇതിലും നമുക്കൊരു ക്ലീൻ UI ആണ് ലഭിക്കുന്നത്. നമുക്ക് ഈ ഫോണിൽ യാതൊരുവിധ ആഡ്സോ ബ്ലോട്ട്വെയർ ഒന്നും നമുക്ക് ഇതിൽ ലഭിക്കുന്നില്ല. അതോടൊപ്പം നമുക്ക് ഇതിൽ 2 വർഷത്തേക്ക് വരെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരും എന്ന് കമ്പനി ക്ലെയിം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ 1Bയിൽ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ റിയർ സൈഡിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 13 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിന് പുറമെ നമുക്ക് ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും നമുക്ക് ഈ മൈക്രോമാക്സ് ഇൻ 1Bയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലും ഈ ഫോണിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് 10 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോണിലും റിവേഴ്സ് ചാർജിങ്ങും പോസിബിൾ ആണ്. അപ്പോൾ ഒരു ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വലിയ ന്യൂനതകളൊന്നും നമുക്ക് ഈ ഫോണിൽ പറയാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിലും ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സെൻസറും അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 2 വേരിയന്റ് തന്നെയാണ് ലഭിക്കുന്നത്. ബേസ് വേരിയന്റ് ആയ 2GB 32GB പ്രൈസ് എന്ന് പറയുന്നത് 6999 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 4GB 64GB പ്രൈസ് എന്ന് പറയുന്നത് 7999 രൂപയുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൈക്രോമാക്സിന്റെ ഈ തിരിച്ചുവരവ് എന്ന് പറയുന്നത് വളരെ മികച്ചതായിട്ടുള്ള ഒരു നല്ല തിരിച്ചുവരവ് തന്നെയാണ്. കാരണം അവർ നേരത്തെ ഇറക്കിയ ഫോണുകൾ എന്ന് പറയുന്നത് അത്രയും മികച്ച വാല്യൂ ഫോർ മണി ഫോണുകളല്ലായിരുന്നു. ആ കാരണത്താൽ തന്നെയാണ് പല ചൈനീസ് ബ്രാൻഡുകളും ഒരു അല്പം കൂടി മികച്ച വാല്യൂ ഫോർ മണി ഫോണുകൾ ഇറക്കിയപ്പോൾ അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടത്. എന്നാൽ അവർ ഈ തിരിച്ചുവരവിനായി ഉപയോഗിച്ച ഈ 2 ഫോണുകൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിൽ പല ചൈനീസ് ബ്രാൻഡുകൾക്കും ഒരു കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് അവർ ഈ 2 ഫോണുകൾ അവതരിപ്പിച്ചത്. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്ന 2 ബ്രാൻഡുകളാണ് റിയൽമിയും റെഡ്മിയും. അപ്പോൾ ആ 2 ബ്രാൻഡുകൾക്കും ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഈ മൈക്രോമാക്സിന്റെ ഇൻ നോട്ട് 1ഉം അതോടൊപ്പം ഇൻ 1Bയും. മൈക്രോമാക്സിന് ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് വാല്യൂ ഫോർ മണി ഫോണുകൾ ഇറക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ശക്തമായ സാന്നിധ്യം തന്നെ മാറാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.